അതുപോലെ തന്നെ ഉണ്ടാകുന്നൊരു സംശയമായിരിക്കും, ഇപ്പോൾ നാട്ടിൽ ധാരാളം സക്കാത്ത് സെല്ലുകളുണ്ട്, മഹല്ലുകളിലായിക്കൊണ്ടും അതുപോലെ തന്നെ മറ്റു ചാരിറ്റികൾ അങ്ങനെ തുടങ്ങി ധാരാളം മേഖലകൾ ഇതിൻ്റെ പേരിൽ നിന്ന് വർക്ക് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഷെൽട്ടർ ഇന്ത്യ എങ്ങനെ വ്യത്യസ്തമാകുന്നു? സക്കാത്ത് ഞാൻ പറഞ്ഞു, ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായി അത് പഠിക്കുന്നു. പഠിച്ചിട്ട് അവർക്ക് എന്താണ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നു. ആ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് പൂർത്തീകരിക്കാനാണ് ഷെൽട്ടറിൻ്റെ സക്കാത്ത് നിന്ന് ഫണ്ട് കൊടുക്കുക. അല്ല നമ്മളൊരാൾ വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കാശ് കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരാൾക്ക് മറ്റു കുറച്ച് കാശ് കൊടുക്കുക, ആ സംവിധാനം ഷെൽട്ടർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത റിപ്പോർട്ടിൽ കാണാൻ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ അട്ടപ്പാടിയിലൊരു സ്ത്രീയുടെ, അതായത് ഒരു വിധവയാണ്, 3 കുട്ടികളുണ്ട്. അവർക്ക് പ്രയാസം വന്നപ്പോൾ അവർ നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ അവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് അവരെ സ്വയം പര്യാപ്തത്തിലെത്തിക്കുന്നതിന് വേണ്ടി അവർ DFAMന് പറഞ്ഞയക്കുകയും അവരുടെ കോഴ്സ് പൂർത്തീകരിക്കുകയും സക്കാത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കോഴ്സ് പൂർത്തീകരിച്ച് ഇന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ജോലി ചെയ്തുകൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊരു കേസ് മാത്രമേ പറഞ്ഞത്. ഇതുപോലെ 100 കണക്കിന് കേസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഷെൽട്ടറും മറ്റ് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം സക്കാത്ത് സെല്ലുമായിട്ട്.